ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്തത് ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമയാണ്. കേരളത്തിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 1,32,00,000 രൂപയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തത് മഹാരാഷ്ട്രയിലാണ്. 4,07,00,000 രൂപയായിരുന്നു മഹാരാഷ്ട്ര കളക്ഷൻ. കർണാടകയിൽ 3,53,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 2,43,00,000, ആന്ധ്രയിൽ 1,10,00,000, തമിഴ്നാട്ടിൽ 1,85,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തത് 21,71,00,000 രൂപയാണ്. അതായത് $2.27 മില്യൺ. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഓപ്പണിംഗായി നേടിയെടുത്തത് $39 മില്യൺ ആണ്. പുനീത് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത അച്യുതാവതാരം എന്ന സിനിമയും ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. അഭിനാശ്, സീമാജി നായർ, മാളവിക നന്ദൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 12,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആന്റപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്ന മലയാള സിനിമ ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. വിപിൻ ആറ്റ്ലി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബൈജു അമരേന്ദ്രൻ, സന്തോഷ് അഞ്ചൽ, വിപിൻ ആറ്റ്ലി, സെബാൻ അഗസ്റ്റിൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 3,20,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വരവ്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, ദീപക് പറമ്പോൾ, മുരളി ഗോപി, ബാബുരാജ്, അഭിമന്യു തിലകൻ, ബൈജു, സുകന്യ, വാണി വിശ്വനാഥ്, അസീസ് നെടുമങ്ങാട്, സാനിയ അയ്യപ്പൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 2,48,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും 3.5-4 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂൺ 19 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ബാലൻ. ഈ ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 18,71,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ 2,67,00,000 രൂപയും തമിഴ്നാട്ടിൽ 1,02,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 22,98,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് 12,90,00,000 രൂപയാണ് നേടിയെടുത്തത്. ടോട്ടൽ 29 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 35,88,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് NRP നീഗന്ത നാഗന്ത. ശ്രാവൺ ജ്യേഷ്ഠ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നരേഷ് അഗസ്ത്യ, ഡോണൽ വിഷ്ത്, നന്ദഗോപാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ആന്ധ്രയിൽ 1,12,000 രൂപയും തെലങ്കാനയിൽ 48,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ 80,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2,40,40,000 രൂപയാണ്. ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് അരുൾ 1. ഗണേഷ് വിനായക് സംവിധാനം ചെയ്ത സിനിമയിൽ ആരവ്, അരുൾനദി, VTV ഗണേഷ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ തമിഴ്നാട്ടിൽ 24,00,000 രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് 25,00,000 രൂപയാണ്. ഇന്നലെ ജൂലൈ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് അൻപേ ഡയാന. പാരി ഇലവഴകൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പാരി ഇലവഴകൻ, രമ്യ രംഗനാഥൻ, സെൽമുരുകൻ, റോജ ചേതൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ തമിഴ്നാട്ടിൽ 57,00,000 രൂപയും കർണാടകയിൽ 4,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 50,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 10,000 രൂപയുമാണ് നേടിയെടുത്തിരിക്കുന്നത്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി 61,60,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 70,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ഹിന്ദി സിനിമയാണ് രഹുൻ മേം തെരെ റുബാരു. ഇന്ദർദാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആര്യകുമാർ, നീത ഷെട്ടി, സന്ദീപ് ബോസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം കേവലം 1,10,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.